ഇന്നലെ ഈ പരിപാടി ഗിന്നസ് റെക്കോർഡ് പരിപാടിയിൽ പങ്കെടുത്ത ഒരു കുട്ടിയുടെ രക്ഷകർത്താവ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബിജിയാണ് നമുക്കൊപ്പം ചേരുന്നത് ടെലിഫോൺ ലൈനിൽ. ശ്രീ ബിജി, നമസ്കാരം. ഇന്നലെ ഈ പരിപാടി നടക്കുമ്പോൾ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ സംഘാടകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്ന വലിയ ആരോപണം നിലനിൽക്കുന്നു. അവർക്കെതിരെ അത്തരത്തിൽ എഫ്ഐആർ ഇടുകയും ചെയ്തിട്ടുണ്ട്. താങ്കൾ അവിടെ ഉണ്ടായിരുന്നില്ലേ? എന്താണ് ശരിക്കും സംഭവിച്ചത്? ആ സ്റ്റേജിന്റെ കാര്യത്തിൽ താങ്കളുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ശ്രദ്ധ തുടക്കത്തിൽ ശ്രദ്ധിച്ചിരുന്നോ? ഇത്തരത്തിൽ അങ്ങനെ വളരെ സുരക്ഷിതമല്ലാത്ത രീതിയിലാണ് വേദി എന്ന തരത്തിൽ മറ്റോ ശ്രദ്ധയിൽ ഉണ്ടായിരുന്നോ? എന്റെ മകളാണ് പരിപാടി പറയൂ. എന്റെ സംഘാടകരെ കുറിച്ചൊന്നും വ്യക്തമായ ധാരണ രക്ഷകർത്താക്കൾക്ക് കൊടുത്തിരുന്നില്ല. ഗിന്നസ് റെക്കോർഡ് തമിഴ്നാടിൻ്റെത് മറികടക്കാൻ വേണ്ടി കേരളം പങ്കെടുക്കുന്ന ഒരു പരിപാടി എന്ന നിലയിലാണ് കുട്ടിയെ നമ്മൾ പങ്കെടുപ്പിച്ചത്. 2000 രൂപയാണ് ഒരു കുട്ടിയോട് ഈ സംഘാടകർ അതിനായി വാങ്ങിയിരുന്നത്. ഒരു കുട്ടിയോട് 2000 രൂപ വെച്ച് 12,000 കുട്ടികളോടാണ് ഇവർ വാങ്ങിയിരുന്നത്. അത് കൂടാതെ തന്നെ നമ്മൾക്ക് വൻപിച്ചൊരു ഭാരിച്ച ചെലവാണ് ഒരു കുട്ടിയെ അവിടെ പങ്കെടുപ്പിക്കുന്നതിനായത്. പക്ഷേ ഈ കലൂർ സ്റ്റേഡിയം എന്ന് പറയുന്നത് എന്റെ സ്വന്തം സ്ഥാപനവും കൂടി ഇരിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ വ്യക്തമായ ധാരണയുണ്ട് അവിടെ. ഇപ്പൊ എന്റെ മോളൊക്കെ തിരിച്ചു വന്നപ്പോ പറഞ്ഞത്, അവിടെ ഒരാൾ അങ്ങനെ നിന്നാൽ വീഴുന്ന തരത്തിൽ എങ്ങനെയാണ് ഒരു സ്റ്റേജ് അവർ കെട്ടിയതെന്ന് തുടക്കത്തിലേ തന്നെ എന്റെ മോള് ശ്രദ്ധിച്ചിരുന്നു. കാര്യം ആ സ്റ്റേഡിയത്തിനകത്ത് ഗാലറി അടക്കമുള്ള സ്ഥലം അവൾക്ക് വളരെ പരിചിതമായിരുന്നു. ഇപ്പൊ ഇതുപോലെ ഈ സ്വകാര്യമായ ഒരു സ്ഥാപനമോ അല്ലെങ്കിൽ മൃദംഗ വിഷൻ എന്ന് പറയുന്നത് ഞാൻ അന്വേഷിച്ചപ്പോൾ തികച്ചും വ്യക്തിപരമായി ആരൊക്കെയോ ചേർന്ന് നടത്തുന്ന ഒരു സംഘടന പോലെ ഒരു കാര്യമാണ്. അവരാണ് ഇത്രയും കുട്ടികളോട് ഇത്രയും പൈസ വാങ്ങി യാതൊരു സുരക്ഷയും ഇല്ലാതെ ഉമാ തോമസിനെ പോലെ. ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ എന്റെ മണ്ഡലമാണ് തൃക്കാക്കര, വ്യക്തിപരമായി എനിക്ക് അറിയുന്ന ആളാണ് ഉമാ തോമസ്. യഥാർത്ഥത്തിൽ ഞടുക്കത്തോടു കൂടിയാണ് ആ പരിപാടി നമ്മൾ കണ്ടത്. കാര്യം ഈ എന്റെ മകൾ ആ പരിപാടിയിൽ ഉണ്ടായിരുന്നു. സാധാരണ ഇപ്പൊ ഒരു സ്റ്റേജിലേക്ക് ഒരു കുട്ടിയെ വിളിച്ചുകൊണ്ടുള്ള എന്തെങ്കിലും ഒരു പരിപാടിയിൽ ഒരു കുട്ടിയാണ് അങ്ങനെ താഴെ പോയിരുന്നതെങ്കിൽ നമ്മൾ ശരിക്കും ഇത്രയും വാർത്താ പ്രാധാന്യമോ അല്ലെങ്കിൽ അതിന് വേണ്ട മെഷേഴ്സോ ഇപ്പൊ ഗവൺമെന്റ് ടീം ഡോക്ടേഴ്സ് ഒക്കെ വരുന്ന തീർച്ചയായും ശ്രീമതി ഉമാ തോമസിന്റെ ജീവൻ അതിൽ വിലപ്പെട്ടതാണ്. ഞാൻ പറയാണ്, ഒരു സുരക്ഷയും ഒരുക്കാതെ ഇത്രയും പൈസ പിരിച്ചിട്ടാണ് ഇവർ ഈ പരിപാടി നടത്തിയത്. ചെറിയ എമൗണ്ട് ഒന്നും ആയിരുന്നില്ല ഇവർ പിരിച്ചത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്? ഇതില് പോലീസിനെ ഇവർ അറിയിച്ചിരുന്നു. അത് മാത്രമല്ല, കുട്ടികൾ തിരിച്ചു വന്നത് തന്നെ ഈ കല്ലൂര് നിന്നും തൃക്കാക്കരയിലെ കുട്ടികൾ വരുന്നത് പോലും 11:30 അപ്പൊ യാതൊരു മാനദണ്ഡങ്ങളും ഇല്ലാതെ തീർച്ചയായിട്ടും ബിജി, മാത്രമല്ല അവർ ഈ ഒരു അപകടം നടന്നതിന് ശേഷവും പരിപാടി പൂർത്തിയാക്കാനുള്ള ശ്രമമാണ് അവിടെ നടന്നത്. ഇപ്പോൾ ബിജി പറയുമ്പോഴാണ് ഒരു കുട്ടിയിൽ നിന്നും 2000 രൂപ ഈടാക്കിയാണ് മൃദംഗ വിഷൻ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. വളരെ നന്ദി ബിജി, ഒപ്പം ചേർന്ന് തന്നെ പ്രതികരണം അറിയിച്ചതിന്.